മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായൊരു സീരിയൽ തന്നെയാണ് ഉപ്പുമുളകും. അതിലൊരു സംശയവുമില്ല. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഉപ്പുമുളകിലെ ശിവാനി ഇപ്പോൾ വിവാഹിതയായ ഒരു ചിത്രമാണ് പുറത്തുവരുന്നത്. മാലയണിഞ്ഞ് പരസ്പരം സന്തോഷത്തോടെ നിൽക്കുന്ന ഷിബുവിനെയും ശിവാനിയെയും കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആവേശത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകരും ശിവാനിയുടെ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട്. ഉപ്പുമുളകിലെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനത്തെ വിവാഹം നടക്കുമെന്നാരും കരുതിയില്ല എന്നും പറയുന്നു. പാറമട വീട്ടിലെ പ്രധാനികളിൽ ഒരാളായ ശിവാനി വിവാഹിതയായോ എന്ന് കഴിഞ്ഞ ദിവസം മുതൽ പ്രേക്ഷകർ ചോദിക്കുന്നു. പ്രമോ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ ചർച്ചകൾ സജീവമായിരുന്നു. ഷിബു റോക്സും ശിവാനിയും വിവാഹവേഷത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഷിബു ആൻഡ് ശിവാനി ഇൻ പാരലൽ യൂണിവേഴ്സ് ജസ്റ്റ് മാരീഡ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു അരുൺ ചിത്രം പങ്കുവച്ചത്. ചക്കരയായിരുന്നു സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കമന്റ്. ഇടക്കാലത്ത് പരമ്പരയിൽ നിന്നും മാറി നിന്നെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു സിദ്ധാർത്ഥ് ചെയ്തത്. കേശുവിനെക്കാളും ഇപ്പോൾ കൂടുതൽ സൗഹൃദം ഷിബുവുമായിട്ടാണോ എന്നായിരുന്നു സിദ്ധാർത്ഥിനോട് ലച്ചു ചോദിച്ചത്. ഇവരുടെ ബന്ധത്തെ സംശയദൃഷ്ടിയോടെയായിരുന്നു കേശുവും നോക്കിയത്. ഈ പോസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് പലരും കമന്റ് ചെയ്തെത്തുന്നു. ഇത് വരും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും ഈ പോസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ തുടങ്ങുകയാണ് ഈ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും താഴെ വരുന്ന കമൻറ്റുകൾ. വളരെയധികം നന്നായി തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. രണ്ടാളെയും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചത് സത്യമാണ്. അതൊരു സ്വപ്നമായിരുന്നല്ലേ. നീയൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഷിബു റോക്സിനൊപ്പമായിരിക്കും. വീട്ടിലുള്ളവരെ എല്ലാം ഇരുവരെയും അനുഗ്രഹിക്കുന്നത് കാണിച്ചിരുന്നു. അങ്ങനെ തന്നെ സിദ്ധു അളിയ എന്ന് വിളിക്കുന്നത് പോലെ ഷിബു അളിയ എന്നായിരുന്നു പാറുക്കുട്ടി വിളിച്ചത്. ഇനി എൻ്റെ അളിയൻ ഷിബു ആണെന്നായിരുന്നു സിദ്ധു കേശുവിനോട് പറഞ്ഞത്. ഈ ഷിബുവും വഴക്കെട്ട് ശിവാനിയെ കാണാതായതും എൻ്റെ ചേച്ചിയെ നീ കൊന്നുവല്ലേ, എൻ്റെ ചേച്ചിയെ താ എന്നൊക്കെ പറഞ്ഞ് പാറുക്കുട്ടി നിലവിളിക്കുന്നതും കാണിച്ചിരുന്നു. ഞാൻ ചത്തൊന്നുമില്ല, നിനക്ക് എന്താണ് കൊച്ചേ എന്നായിരുന്നു പാറുക്കുട്ടിയോട് ശിവാനി ചോദിച്ചത്. ഷിബു എങ്ങനെയെന്നും വിളിച്ചാൽ പാറമടയുടെ അവിടേക്കൊന്നും പോവരുത്, അതിൽ വീഴുന്നത് കണ്ടെന്ന് പാറു ശിവാനിയോട് പറയുന്നുണ്ടായിരുന്നു. ഇതോടെയായിരുന്നു ഇത് സ്വപ്നമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ലായിരുന്നുവെന്നും കമൻറ്റുകളുണ്ട്. എന്തൊരു വെറുപ്പിക്കലാണ് ഇതെന്താണെന്നാണ് തുടങ്ങി നിരവധി പേർ രൂക്ഷ വിമർശനവുമായി എത്തുന്നത്. ഉപ്പുമുളകിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. വിവാഹ ചിത്രങ്ങളുടെ പിന്നിലെ ട്വിസ്റ്റ് ഇതായിരുന്നു. ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലൂടെ മുന്നേറുകയാണ് ഉപ്പുമുളകും. ബാലുവും നീരവും ഇല്ലെങ്കിലും മക്കളിലൂടെയായി മുന്നേറുകയാണ് പരമ്പര. ലച്ചുവും സിദ്ധുവും മാത്രമല്ല, കേശുവിന്റെ പ്രണയവും ശിവാനിയുടെ ബന്ധവുമെല്ലാം വലിയ ചർച്ച തന്നെയാണ്. പാറമട വീട്ടിൽ എന്ത് നടന്നാലും അത് ചർച്ച തന്നെയാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അതെപ്പോഴും പ്രേക്ഷകർക്ക് പ്രീതി പടർത്തുന്ന വാർത്ത തന്നെയാണ്. പാറമട വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചു എന്നറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ആവേശവുമാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തകൾ പങ്കുവെക്കുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് നോക്കുകയും ചെയ്യുന്നു. ആരാധകരുടെ സ്നേഹം വളരെയധികം മനസ്സിലാക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.